മഷ്റൂം വെച്ചിട്ട് ഇതുപോലൊരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയ പൊടികളെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ട് ഒരു 4 കാഷ്യൂവും ഒരു 4 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. അതേ പാനിലേക്ക് ചൂടാകുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുത്ത് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മഷ്റൂം നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഒരു 2 വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം രണ്ടും വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എണ്ണ തെളിയുന്നൊരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിയും ഒരു ഇത്തിരി ലെമൺ ജ്യൂസും ചേർത്താൽ നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്.